CP ശരത് പവാർ പക്ഷം നേതാവ് അനിൽ ദേശ്മുഖിന് നേരെ ആക്രമണം. നാഗ്പൂരിൽ വാഹനത്തിന് നേരെയുണ്ടായ കല്ലേറിൽ അനിൽ ദേശ്മുഖിന് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു. ശ്രീനാഥ്, ഈ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ ഇന്നലെ നവനീത് റാണയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? എന്താണ് സംഭവം? വിശദാംശങ്ങൾ. സുഹേൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ നാഗ്പൂരിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത്. കത്തോൾ ജലാൽ ഖേദ റോഡിൽ വെച്ചാണ് അനിൽ ദേശ്മുഖിനെ പോലെ സംസ്ഥാനത്തെ പ്രമുഖനായ ഒരു നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്, NCP ശരത് പവാർ വിഭാഗത്തിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടത്. വലിയ കല്ലുകളും മറ്റും വാഹനത്തിലേക്ക് എറിഞ്ഞു. വാഹനം ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. അതിനുള്ളിൽ ഉണ്ടായിരുന്ന അനിൽ ദേശ്മുഖിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. അദ്ദേഹം ചോര വാർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നത് വ്യക്തവുമാണ്. ആരാണ് ഈ അക്രമ സംഭവത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. കത്തോളിൽ അനിൽ ദേശ്മുഖിന്റെ മകൻ സലീൽ ദേശ്മുഖ് മത്സരിക്കുന്നുണ്ട്. ആ മകന്റെ പ്രചാരണ റാലിയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഈ വിധം അനിൽ ദേശ്മുഖ് ആക്രമിക്കപ്പെട്ടത്. സാരമായ പരിക്ക് അദ്ദേഹത്തിന് ഏറ്റിട്ടുമുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. സ്വാഭാവികമായും ഇത് അനിൽ ദേശ്മുഖിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടത്, അദ്ദേഹം ആക്രമിക്കപ്പെട്ട സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചയായി വിഷയമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ശ്രീനാഥ്, നമുക്ക് എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന? ഒരു അജ്ഞാത സംഘത്തിന്റെ ആക്രമണമോ അതോ ഒരു ആശയ പോരാട്ടത്തിന് ബദലായി ഉണ്ടായ ആക്രമണമാണോ? അതായത് ഇപ്പോൾ തന്നെ അനിൽ ദേശ്മുഖ് ഏതെങ്കിലും രീതിയിൽ തന്നെ ആക്രമിച്ചതിന് പിന്നിൽ ആരെങ്കിലും ആണെന്ന രീതിയിൽ ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ടോ? ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ അനിൽ ദേശ്മുഖ് BJP പ്രവർത്തകർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെയൊക്കെ ആധികാരികത കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ശിവസേന ഉദ്ധവ് വിഭാഗം ഇതിനോടകം തന്നെ BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഇതിൽ പങ്കെടുത്തവരെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യണം എന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം വക്താവ് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. മുതിർന്ന ഒരു നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ സുരക്ഷയൊക്കെ അനിൽ ദേശ്മുഖിന് സംസ്ഥാനത്ത് ലഭിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം അദ്ദേഹം നേരിടേണ്ടി വന്നത് അത് എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ അനിൽ ദേശ്മുഖ് ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഇതിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അവസാന നിമിഷത്തിൽ തെരഞ്ഞെടുപ്പിൽ NCP ശരത് പവാർ വിഭാഗത്തിലെ ഒരു മുതിർന്ന നേതാവ് ആക്രമിക്കപ്പെട്ടത് ആ വിധം തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. ശരി, ഈ വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ ആഭ്യന്തരമന്ത്രിക്കാണ് റോഡിൽ നിന്ന് കല്ലേറുണ്ടായിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.